ഹലോ മച്ചാന്മാരെ, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഗെയിം പ്ലേ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്ന മൊബൈലിൽ കളിക്കാൻ പറ്റിയ ഓഫ്ലൈനും ഓൺലൈനും ആയിട്ടുള്ള ടോപ്പ് 5 സർവൈവൽ ഗെയിംസാണ് കേട്ടോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ ഒന്ന് ഓണാക്കി വെക്കുക. എന്നാലാണ് ഞാൻ പുതിയതായിട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ വീഡിയോയിലേക്ക് വെക്കാം. നമുക്ക് ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇവിടെ അടിക്കാം ടോപ്പ് 5 സർവൈവൽ ഗെയിം. ഓക്കെ, ടോപ്പ് 5 സർവൈവൽ ഗെയിം എന്നാണ് അടിക്കുന്നത്. ഇപ്പോൾ ടോപ്പ് 5 സർവൈവൽ ഗെയിംസ് എന്ന് അടിക്കുമ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ഇവിടെ കാണും. അവിടെ നിന്ന് ഞാനത് എടുത്ത് വെച്ച ലിസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ. എനിക്കിവിടെ നോക്കി കാണാൻ പറ്റും. ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിം എന്ന് പറഞ്ഞാൽ ഇതാണ് ഗൈസ്. നമ്മുടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ളൊരു ഗെയിം തന്നെയാണിത്. റൈസ് ഓഫ് ആസ്കർഡ് സർവൈവൽ എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഗെയിം ഫുള്ളി ഓഫ്ലൈനാണ്. ഗെയിമിൻ്റെ സൈസ് 575 MB മാത്രമേ ഉള്ളൂ. ഇത് PC ഉണ്ടായിരുന്നൊരു ഗെയിമാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മൾട്ടിപ്ലെയർ ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഓഫ്ലൈനും ഓൺലൈനും ആണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ ഓഷ്യൻ സർവൈവലാണ് കേട്ടോ. ഓഷ്യൻ സർവൈവലാണ് കേട്ടോ. അപ്പോൾ ഈ ഗെയിമിന് വലിയ MBയും കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. ഒരു 20 MB മാത്രമേ വരുന്നുള്ളൂ ഈ ഗെയിമിന്. പക്ഷേ 20 MB തന്നെ ഇങ്ങനെ അത്യാവശ്യം നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 20 MB ഉണ്ടെന്ന് പറഞ്ഞാൽ ചെള്ള ഗെയിമാണെന്ന് പറഞ്ഞ് പോകരുത്. 20 MB എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഇത് കളിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. അപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ ലെവലൊക്കെ കഴിയുമ്പോൾ ഐലൻഡിലൊക്കെ എത്തും. 19 ദിവസം കഴിയുമ്പോൾ ഐലൻഡിലൊക്കെ പോയി മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അവിടെ നിന്ന് പാറയൊക്കെ കളക്ട് ചെയ്യാൻ ബോട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗെയിം ഫുള്ളി ഓഫ്ലൈനാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓഫ്ലൈനായിട്ട് തന്നെ കളിക്കാം, സുഖമായിട്ടിരുന്ന് കളിക്കാം. 1 GB വരെ ഓടും കേട്ടോ. ഞാൻ പറയണം 1 GB തൊട്ട് 2 GB 3 GB റാമിലൊക്കെ സ്മൂത്തായിട്ട് ഓടും. 4 GB ഒക്കെ ആണെങ്കിൽ പറയുക പോലും വേണ്ട, വെള്ളം പോലെ ഓടും ഗൈസ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഗെയിമാണ്, അത്യാവശ്യം നല്ല. നിങ്ങൾക്ക് ക്രാഫ്റ്റിംഗ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് ആദ്യം ഒരു ചെറിയ ബോട്ട് പോലെ തരും. അവിടുന്ന് നമുക്ക് ഈ വഴി കൂടെ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഒഴുകി വരുന്ന പലകയൊക്കെ എടുത്ത് നമുക്ക് ബോട്ടിനെ അപ്ഗ്രേഡ് ചെയ്ത് വീട് പോലെയൊക്കെ ആക്കാവുന്നതാണ്. ജസ്റ്റ് നല്ലൊരു ഗെയിമാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് ഓഷ്യൻ ഈസ് ഹോം സർവൈവൽ ലാൻഡാണ്. ഇത് ഞാൻ കളിച്ചിട്ടുള്ളൊരു ഗെയിമാണ്. കാരണം ഇത് നല്ലതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇതിനകത്ത് എടുക്കാൻ കാരണം ഇതിനകത്ത് നമുക്ക് വീട് തന്നെയല്ലോ പല കാര്യങ്ങളും പണിയോ വണ്ടികളും കാര്യങ്ങളൊക്കെ ഓടിക്കാവുന്ന ഒരു ഗെയിമാണ്. എന്ന് പറഞ്ഞാൽ സർവൈവൽ ചെയ്യാൻ നിങ്ങളൊരു ഐലൻഡിൽ തന്നെ ആയിരിക്കും ഏത് സമയം. ഐലൻഡിലിട്ട് അവിടുന്ന് വണ്ടിയൊക്കെ ഓടിക്കുക, റോഡും കാര്യങ്ങളും കല്ലൊക്കെ പൊട്ടിക്കുക, അതൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ഞാനിത് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗെയിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ വെറും 90 MB മാത്രമേ വരുന്നുള്ളൂ. ഗെയിം ഫുള്ളി ഓഫ്ലൈനാണ്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം എന്ന് പറഞ്ഞാൽ ലോസ് ഇൻ ബ്ലൂ ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല ഗൈസ്. നല്ല സർവൈവൽ ഗെയിം എന്ന് പറഞ്ഞാൽ സർവൈവലിൻ്റെ സീൻ അങ്ങേയറ്റമാണ് ഗൈസ് ഇത്. കാരണം നല്ല ഗ്രാഫിക്സ്, ഹൈ ഗ്രാഫിക്സ്, ഒന്നും പറയില്ല. ഇത് ഞാൻ കളിച്ചിട്ടുള്ളൊരു ഗെയിമായിരുന്നു. ഗെയിം ഫുള്ളി ഓഫ്ലൈനാണ്. 1 GB സൈസേ വരുന്നുള്ളൂ. 3 GB നല്ല സ്മൂത്തായിട്ട് ഞാൻ 3 GB കളിച്ചുകൊണ്ടാണ് പറയുന്നത്. 3 GB നല്ല ലാഗില്ലാതെ തന്നെ ഓടുന്നതായിരിക്കും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ സ്റ്റോറിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു സീനായിട്ടുള്ളൊരു ഗെയിം തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളായിട്ട് ഓഫ്ലൈനാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ
ഇതിൻ്റെ വേറൊരു ഗെയിം തന്നെയാണ് നമ്മുടെ 5th ഗെയിമായിട്ട് എടുത്തിരിക്കുന്ന ഓഷൻ ഇൻ ലോസ്റ്റ് ഇൻ ബ്ലൂ 2 എന്ന് പറഞ്ഞൊരു ഗെയിമാണ്. ഇതും അതിൻ്റെ 2 തന്നെയാണ്, പാർട്ട് 2 ആണ്. ഫസ്റ്റ് ഇതും അതുപോലെ തന്നെ അത്ര അതിൻ്റെ 2 ആയതുകൊണ്ട് അതിൻ്റെ ഗ്രാഫിക്സ് തന്നെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിന് നെറ്റ് വേണ്ട, ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ട് ഈ 2 ഗെയിം നിങ്ങൾക്ക് കളിക്കാവുന്നതായിരിക്കും. നെറ്റൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കളിക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ലാഗൊന്നും ഇല്ലാതെ കളിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ